വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ആനി രാജ മത്സരിച്ചതിൽ സിപിഐയിൽ ഭിന്നത. നടപടി രാഷ്ട്രീയ വിവേകമില്ലായ്മയെന്ന് ദേശീയ നേതൃയോഗത്തിൽ വിമർശനമുയർന്നു. ഇക്കാര്യം തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി ആനി രാജ യോഗത്തെ അറിയിച്ചു. വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിൽ തീരുമാനം പിന്നീട്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ കോൺഗ്രസിന്റെയും സിപിഐയുടെയും ദേശീയ നേതാക്കൾ വയനാട്ടിൽ നേർക്കുനേർ മത്സരിച്ചത് ശരിയായില്ലെന്ന് ആനി രാജ തന്നെ ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ പറഞ്ഞു. ഇക്കാര്യത്തിലെ അനൌചിത്യം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ദേശീയ നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നതായും ആനി രാജ യോഗത്തെ അറിയിച്ചു. ഇന്ത്യ സഖ്യ നേതാക്കൾ പരസ്പരം മത്സരിക്കുന്നത് ബിജെപിക്ക് മുതലെടുപ്പിന് അവസരം നൽകും എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുള്ള കത്ത് യോഗത്തിൽ വായിച്ചു. മത്സരിച്ചതുകൊണ്ട് പാർട്ടിക്ക് നേട്ടമുണ്ടായില്ലെന്നും സിപിഐഎമ്മിൽ നിന്നും മതിയായ പിന്തുണ ലഭിച്ചില്ലെന്നും ആനി രാജ കുറ്റപ്പെടുത്തി. യോഗശേഷം മാധ്യമങ്ങളെ കണ്ട ആനി രാജ വിയോജിപ്പുകൾ പാർട്ടിക്കകത്ത് പറയാൻ അവസരമുണ്ടെന്ന് പ്രതികരിച്ചു. അവിടെ രാഹുൽ ഗാന്ധി വിജയിച്ചു, ഞാൻ പരാജയപ്പെട്ടു, ഇതൊക്കെയല്ല ഇപ്പം നമ്മുടെ മുമ്പിലുള്ള അത് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഞാൻ ഒരു പാർട്ടി മെമ്പറാണ്. ആ പാർട്ടി മെമ്പർക്ക് പറയാനുള്ള എൻ്റെ ഫോറങ്ങളിൽ അത് പറയാം. അങ്ങനെ ആ ഒരു ഫോറം അപ്പോൾ സാധ്യമല്ലെങ്കിൽ അത് കത്തുകൾ അത് എല്ലാവർക്കുമുള്ള ഒരു CPIയുടെ ഓരോ മെമ്പർക്കുമുള്ള അവകാശമാണത്. പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും വിമർശനം ഉന്നയിച്ചു. ജില്ലാ കമ്മിറ്റികളുടെ തീരുമാനം അനുസരിച്ചാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതെന്നും ദേശീയ നേതൃത്വത്തിന് തിരുത്താൻ സമയമുണ്ടായിരുന്നെന്നുമാണ് സംസ്ഥാന ഘടകത്തിന്റെ നിലപാട്. ഇടത് സ്ഥാനാർത്ഥിയില്ലെങ്കിൽ ബിജെപിക്ക് കൂടുതൽ വോട്ട് ലഭിക്കുമെന്നും കേരള നേതാക്കൾ യോഗത്തെ അറിയിച്ചു. ആനി രാജയെയും ഗിരീഷ് ശർമ്മയെയും ദേശീയ സെക്രട്ടേറിയറ്റിലും KP രാജേന്ദ്രനെ ദേശീയ എക്സിക്യൂട്ടീവിലും ഉൾപ്പെടുത്താനുള്ള തീരുമാനം ദേശീയ കൌൺസിൽ അംഗീകരിച്ചു. നേതാക്കൾ ജനങ്ങളിലേക്ക് ഇറങ്ങണമെന്ന് ആഹ്വാനം ചെയ്യുന്നതാണ് കൌൺസിൽ അംഗീകരിച്ച അവലോകന റിപ്പോർട്ട്. 24 ഡൽഹി.